എല്ലാ ഭക്തജനക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 കാർത്തിക നക്ഷത്രത്തിന്റെ ഫലമാണ് ഞാൻ പറയാൻ പോകുന്നത്. കാർത്തിക നക്ഷത്രത്തിന്റെ ഏറെക്കുറെ ഫലങ്ങൾ ഈ പറയുന്ന നമ്മൾ യൂട്യൂബുകളിൽ, നമ്മൾ പുസ്തകങ്ങളിൽ നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ അറിയാം. കാർത്തിക ദേവിയുടെ നാളാണ്. നമ്മുടെ ചേർത്തല കാർത്തിയായനി ദേവിയുടെ പേരുമുണ്ട്, ദേവിയുടെ നാളുമാണ് കാർത്തിക നക്ഷത്രം. അപ്പൊ കാർത്തിക നക്ഷത്രക്കാർക്ക് 2024 ഫലങ്ങൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. 2024ഓടുകൂടി കാർത്തിക നക്ഷത്രത്തിന്റെ ജീവിതഗതി അങ്ങ് മാറിപ്പോവാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത്, അവർ കുറെ കാലങ്ങളായി കാർത്തിക നക്ഷത്രക്കാർ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. അതായത് നമ്മൾ എവിടെ ചെന്നാലും, ഏത് ജ്യോത്സ്യന്റെ അടുത്ത് പോയാലും, അവർക്ക് എവിടെ ചെന്നാലാണ് ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കിട്ടിയ കുറെ അലച്ചിലായിട്ട് നിൽക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് ഏകദേശം ഫെബ്രുവരി മാസം ആകുമ്പോഴത്തേക്ക് അതിനൊക്കെ ഒരു പരിഹാരം വരുവാണ്. അതായത് അവരുടെ സമയം മാറുവാണ്. അവർ മുമ്പ് ചെയ്ത നല്ല കർമ്മങ്ങളൊക്കെ ഈ വർഷം അവർക്ക് അനുകൂലമായി വേണ്ടത്ര ഭാഗ്യങ്ങളും ഗുണങ്ങളും കാർത്തിക നക്ഷത്രക്കാരെ തേടി വരുന്നതാണ്. നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പോവാണ്. ചില ആൾക്കാർക്ക് വീട് വേണം, ചില ഭക്തജനങ്ങൾക്ക് വാഹനം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കുന്ന ഞങ്ങൾക്ക് ഒരു കിടപ്പാടം, ഇല്ലെങ്കിൽ അച്ഛൻ വഴി അമ്മ വഴി നമുക്ക് കുറെ സ്വത്തുകളുണ്ട്, അതൊന്നും തിരിച്ചു കിട്ടുന്നില്ല, വഴി പ്രശ്നം, അങ്ങനെ ഒത്തിരി 100 കണക്കിന് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പോലീസ് കേസ്, കോടതി കേസ്, അതിനൊക്കെ ഒരു വിജയമില്ലാതെ കേസ് അങ്ങനെ നീട്ടി നിൽക്കും. അതിനൊക്കെ ഒരു ഫെബ്രുവരി മാസം കഴിഞ്ഞ് കാർത്തിക നക്ഷത്രക്കാരെ പിടിച്ചാൽ കിട്ടത്തില്ല. അവർക്ക് വെച്ചടി കയറ്റമാണ്. ചൊവ്വ 10 അവർക്ക് ഗുണം ചെയ്യും. അതായത് ഗ്രഹനിലയിൽ ചൊവ്വ 10 സർവത്ര വിജയങ്ങളും കാര്യങ്ങളും. ഇപ്പൊ കാർത്തിക നക്ഷത്രക്കാര് ഒന്നെങ്കിൽ സുബ്രഹ്മണ്യനെയോ ദേവിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുവാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യങ്ങളും, അതായത് ഈ പറയുന്ന നമ്മുടെ ഭാഗ്യങ്ങൾക്ക് തടസ്സമായിട്ടിരിക്കുന്ന സുബ്രഹ്മണ്യ പ്രീതിയിലൂടെയും ദേവി പ്രീതിയിലൂടെയും മാറിപ്പോകും. അതല്ലെങ്കിൽ നിങ്ങൾ സുബ്രഹ്മണ്യനെയും ദേവിയെയും വിളിക്കുന്നില്ലെങ്കിൽ വേറെ മഹാദേവന്റെ കൃഷ്ണന്റെ ഭക്തനാണെങ്കിലും ഒരു കുഴപ്പമില്ല. കാരണം ഈശ്വരനെല്ലാം ഒന്നാണ്. അപ്പം ഏത് ഈശ്വര സാക്ഷാത്കാരത്തെയാണോ നമ്മൾ പൂജിക്കുന്നത്, ആ ഈശ്വരനോട് പറഞ്ഞ് നമ്മുടെ കാർത്തിക നക്ഷത്രത്തിന്റെ ഭാഗ്യങ്ങൾ കൂട്ടിയെടുക്കുക. അത് നമ്മുടെ ഉപാസന ബലമാണ്, നമ്മുടെ കർമ്മമാണ്. അപ്പോൾ 2024 കാർത്തിക നക്ഷത്രക്കാർക്ക് വെച്ചടി കെട്ടണം. അവരുടെ ജീവിതത്തിൽ പല പല സംഭവങ്ങൾ, പല പല കൂട്ടുകാരികൾ, വീട് പണി നടക്കാത്തവർ, വിവാഹം നടക്കാത്തവർ, അതേപോലെ തന്നെ ജോലിക്ക് എത്ര ശ്രമിച്ചായിട്ടും ജോലി കിട്ടാത്തവർ, വിദേശത്തൊക്കെ ചില ആൾക്കാർ പോകാൻ നോക്കിയിട്ട് തടസ്സങ്ങൾ, അതായത് എല്ലാ കാര്യങ്ങളും ശരി വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് തടസ്സം വരിക. അപ്പം നമുക്ക് മനോവിഷമങ്ങൾ ഉണ്ടാകുക. പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾക്കാർ, എത്ര കച്ചവടങ്ങളും എത്ര സ്ഥാപനത്തിൽ ജോലി നിന്നിട്ട്, ഇപ്പോൾ ഹോട്ടൽ മേഖലകൾ നടത്തിയാലും ഫുഡ് പരമായിട്ടും അവരെ ഏത് ജോലിക്ക് പോലും അവർക്ക് വിജയങ്ങൾ വരുന്നില്ല, പകുതിക്ക് വെച്ച് ഇട്ടിട്ട് പോകും. അതേപോലെ കാർത്തിക നക്ഷത്രക്കാർ സ്ഥിരമായിട്ട് ഒരു ജോലിക്ക് കയറുമ്പം അവിടെ നിൽക്കാതെ വരിക, അവിടെ തിരിച്ചിറങ്ങും. അപ്പം നമ്മൾ ഈ വീട്ടിൽ വരുമ്പോൾ മാനസിക ബുദ്ധിമുട്ട്, അപ്പം എല്ലാം കൂടെ ആകുമ്പോൾ നമ്മൾ ടെൻഷനാകും. അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഫെബ്രുവരി കഴിഞ്ഞ് അവരെ പിടിച്ചാൽ കിട്ടത്തില്ല, അവർക്ക് വെച്ചടി കയറ്റും. അപ്പം അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു ഗ്രഹമുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ 9 നവഗ്രഹങ്ങളെ ആശ്രയിച്ചാണ്. അപ്പോൾ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഗ്രഹം എന്ന് പറഞ്ഞാൽ രാഹുവാണ്. ഇപ്പോൾ കാർത്തിക നക്ഷത്രത്തിലുള്ളവർ രാഹുവിനെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോവുക. അതായത് 2 രാഹു നിൽക്കുന്നുണ്ടെങ്കിൽ സാമ്പത്തികപരമായിട്ട് ഇച്ചിരി പ്രശ്നമുണ്ട്. അതായത് ഞാൻ 2 രാഹു എന്ന് പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധിക്കണം. ഗ്രഹനിലയിൽ 2 രാഹുവിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഗ്രഹനിലയിൽ നമ്മുടെ ലഗ്നത്തിൽ ലാ എന്ന് പറഞ്ഞൊരു അക്ഷരമുണ്ട്. അപ്പോൾ അവിടെ 1 തൊട്ട് കൂട്ടുക, 1. രണ്ടാമത്തേതിൽ ഏതാണ് നോക്കുന്നത്. രാഹു എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും അറിയില്ലേ, രാഹു. അവിടെ നമ്മൾ സർപ്പത്തിൻ്റെ ഒരു ചിഹ്നമാണ് രാഹുവിനെ സൂചിപ്പിക്കുന്നത്. അവിടെ രായ് എന്ന് പറഞ്ഞ ഒരു അക്ഷരമുണ്ട്, അത് രവി, അത് നമ്മൾ ആദിത്യനെ സൂചിപ്പിക്കുന്നത് സർപ്പം. അപ്പോൾ അവിടെ സായ് എന്ന് പറഞ്ഞാണ് നമ്മൾ രാഹുവിനെ സൂചിപ്പിക്കുന്നത്. സായ് എന്ന് നോക്കുക, ലായ് എഴുതിയിട്ട് രണ്ടാമത്തെ ഭാവത്തിൽ ഏത് പാവഗ്രഹമാണെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഗ്രഹത്തിന് നമ്മൾ പരിഹാരം ചെയ്യും. നമ്മൾ ഒറ്റഗ്രഹ പൂജയായിട്ട് നടത്തരുത്, നമ്മൾ നവഗ്രഹ പൂജയായിട്ട് നടത്തണം. നവഗ്രഹ പൂജ നടത്തുമ്പോൾ ഏകദേശം പല ക്ഷേത്രത്തിലെ പല ചാർജ് ആയിരിക്കും. ഹോമമുണ്ട്, അർച്ചനയുണ്ട്, പൂജയുണ്ട്. അപ്പോൾ അത് ഭക്തജനങ്ങളുടെ സാമ്പത്തികം പോലെ ചെയ്യുക. ഒപ്പം ഒരിക്കലും നമ്മുടെ അച്ഛൻ വഴി അമ്മ വഴി കുടുംബത്തിൽ കാവുണ്ടെങ്കിൽ രാഹുകേതുക്കളെ പ്രീതിപ്പെടുത്തേണ്ട അത്യാവശ്യമാണ്. അത് നമ്മൾ അവിടെ സർപ്പാരാധന ഉണ്ടെങ്കിൽ അവിടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ എണ്ണ കൊണ്ട് കൊടുക്കുക. അച്ഛൻ വഴിയോ അമ്മ വഴിയോ കുടുംബത്തിൽ കാവ വെച്ചാരാധന ഉണ്ടെങ്കിൽ അവിടെ മാസം പോയി തൊഴുക. ഒപ്പം തന്നെ നമ്മുടെ ഭാഗ്യങ്ങൾ നല്ലതാകാൻ വേണ്ടി മാസത്തിൽ ഒരു തവണ ചോറ്റാനിക്കരമ്മയ്ക്ക് ദർശനം നടത്തി ശ്രീകോവിലിൽ നിന്ന് തന്നെ മാല മേടിച്ച്, താമരമാല മേടിച്ച്, അമ്മയ്ക്ക് നമുക്ക് എത്ര ശർക്കര കൊടുക്കാൻ പറ്റുമോ അത്രയും ശർക്കര അമ്മയ്ക്ക് സങ്കല്പിച്ച് അവിടെ തന്നെ മേടിച്ച് കൊടുക്കുക. ശർക്കര നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ മേടിച്ചാൽ കുഴപ്പമില്ല, കാരണം ആ പരിസരത്ത് ശർക്കരയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. പക്ഷെ മാല നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് തന്നെ മേടിക്കണം. നമ്മൾ വെളിയിൽ നിന്ന് മാല കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ
അവരവിടെ എടുക്കില്ല. കാരണം പല രീതിയിലുള്ള ആൾക്കാർ കിട്ടും അശുദ്ധമെന്നുള്ളത് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ശ്രീകോവിലിൽ തന്നെ നമുക്ക് താമരമാല കിട്ടും. അതും മേടിച്ച് ശർക്കര വെച്ച് ചോറ്റാനിക്കര അമ്പലത്തിൽ മാസം പോയി തൊഴുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള നമ്മളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജി മാറി നമുക്ക് പോസിറ്റീവ് എനർജി കാർത്തികക്കാർക്ക് കിട്ടുന്നതാണ്. ഒപ്പം തന്നെ വിവാഹം നടക്കാത്തവരുണ്ടെങ്കിൽ ഈ പറയുന്ന ചോറ്റാനിക്കര ദർശനം നടത്തുക. അതേപോലെ തന്നെ നവഗ്രഹ പൂജകളും, ഒപ്പം തന്നെ എത്ര ജോലിക്ക് ശ്രമിച്ചിട്ട് ജോലി കിട്ടാത്തവർ, വിദേശത്ത് പോകേണ്ടവരും, പല ജോലി സ്ഥലത്ത് നിന്നിട്ട് അവർക്ക് മാറുക, ഇല്ലെങ്കിൽ അവർക്ക് നമ്മളെ പിടിക്കുന്നില്ല, നമുക്ക് അവർക്ക് പിടിക്കുന്നില്ല, അങ്ങനെയൊക്കെ വിഷയങ്ങൾ, ഹോട്ടലിൽ നടത്തിയിട്ട് പരാജയം, അല്ലെങ്കിൽ ഹോട്ടൽ നടത്തിയിട്ട് കച്ചവടങ്ങൾ, അങ്ങനെയുള്ള ആൾക്കാർ ചോറ്റാനിക്കരയിൽ പോയി ഇതുപോലെ തന്നെ ശർക്കര മാല കൊടുക്കുക, നവഗ്രഹ പൂജ നടത്തുക. ഒപ്പം തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ ഏത് ഉപാസനമൂർത്തിയാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ ഒരു തിരികെത്തി ഒരു പ്രാർത്ഥനയൊക്കെ നടക്കുക. വീടിന്റെ പരിസരത്തുള്ള ക്ഷേത്രത്തിലും ദേശദേവത, കുടുംബദേവത, ധർമ്മദേവതയൊക്കെ ഒന്ന് പ്രീതിപ്പെടുത്തുക. ഒപ്പം തന്നെ നിത്യവും നമ്മൾ നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് ഈശ്വരൻ്റെ ആയിട്ടുള്ള അനുഗ്രഹങ്ങൾ കിട്ടുകയാണ്. ഒപ്പം തന്നെ വേറൊരു കാര്യം, വീട് പണിയൊക്കെ മുടങ്ങി കിട്ടുന്നവരുണ്ടെങ്കിൽ ആദ്യമേ നമ്മുടെ ചുറ്റുപാടുള്ള ഒരു വാസ്തുവിധത്തിനെ ഇല്ലെങ്കിൽ ഒരു തിരുമേനിയെ വിളിച്ച് കാണിക്കുക, കണക്ക് പ്രകാരം കാര്യങ്ങൾ ശരിയാണുക, നമ്മുടെ അവിടെ ചുറ്റുപാട് എന്തെങ്കിലും വരുത്തുപോക്കുള്ള കാര്യങ്ങളെ കൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ശത്രുദോഷമുള്ളവർ ഈ പറയുന്ന ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച പോയി ഗുരുതി കഴിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ട് കുഴിച്ചിടുന്നത് വളരെ ഉത്തമം. ഒരു മാസത്തിൽ ഒരു ഗുരുതി കഴിക്കാവുള്ളൂ, 12 എണ്ണം കഴിക്കുക. ചില ജ്യോത്സ്യന്മാരൊക്കെ ഗുരുതി 12, നമ്മൾ ഈ ഡോക്ടർമാർ മരുന്ന് എഴുതി കൊടുക്കുന്ന വഴിപാട് കൊടുക്കുന്നത്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ വൈകുന്നേരങ്ങളിൽ കാർത്തിക നക്ഷത്രക്കാർ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ വിളക്ക് കത്തിക്കുമ്പോൾ ചെമ്പരത്തി പൂട്ട് ദേവിയുടെ കീർത്തനങ്ങൾ ചെയ്യുക. അപ്പം തന്നെ നമ്മളെ ബാധിക്കുന്ന പോസിറ്റീവ് എനർജി മാറി ഈ നെഗറ്റീവ് എനർജി മാറി നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതായിരിക്കും. ഒപ്പം തന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, കാർത്തിക നക്ഷത്രക്കാർ വെള്ളിയാഴ്ച ദിവസം ദേവീ ക്ഷേത്രത്തിൽ പോയി ഉഷപൂജ തൊഴുന്നതും എന്തുകൊണ്ടും ഉത്തമമാണ്. അതായത് ഉഷപൂജ രാവിലെ ഉഷപൂജ കണ്ടു തൊഴാം, ഇല്ലെങ്കിൽ വൈകുന്നേരം അത്താഴ പൂജ കണ്ടു തൊഴാം. അത്താഴ പൂജ തൊഴുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ നിൽക്കാൻ ശ്രമിക്കുക. കാരണം മന്ത്രങ്ങൾ അടച്ചിടുമ്പോഴത്തേക്ക് ഒരു എയർ ടൈറ്റ് ആണ്. ക്ഷേത്രം തുറക്കുമ്പോൾ നമ്മുടെ പെട്ടെന്നായിരിക്കും ആ മന്ത്രം നമ്മളെ ക്യാച്ച് ചെയ്യുന്നത്. അപ്പം കഴിവതും ഫ്രണ്ടിൽ പോയി നിന്ന് ആ ഒരു തീർത്ഥം നമ്മളെ ദേഹത്ത് വീഴണം. ഒപ്പം തന്നെ നമ്മൾ കാർത്തിക നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ അസുഖങ്ങളോ ഉണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കല് ഉടൻ തന്നെ ഡോക്ടറെ കാണുക, വൈദ്യസഹായം തേടുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ജോലിക്ക് പോകി മാത്രമേ നമ്മുടെ കുടുംബം കുട്ടികളൊക്കെ നോക്കാവുള്ളൂ. നമുക്ക് 10 ദിവസം പൈസ കിട്ടിയില്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ ആരും കാണത്തില്ല. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും ആരോഗ്യപരമായിട്ട് ഇരിക്കണം. ആരോഗ്യപരമായിട്ട് ഇരുത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബങ്ങളൊക്കെ നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ കാർത്തിക നക്ഷത്രക്കാരുണ്ടെങ്കിൽ അടുത്തുള്ള ഡോക്ടറെയോ വൈദ്യസഹായമോ ഒക്കെ തേടുക. മന്ത്രവാദത്തിൻ്റെ പുറകെ എടുക്കുകയൊന്നും ചെയ്യരുത് നമ്മുടെ ഈ അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ട്. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും രീതിയിൽ കാർത്തിക നക്ഷത്രത്തിൽ കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് രാത്രി ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ മഹാദേവന്റെ പഞ്ചാശരി വെച്ച് രാത്രി കിടക്കുക. അപ്പോൾ നല്ല ഉറക്കങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അതേപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓം നമഃ ശിവായ ചൊല്ലി എഴുന്നേൽക്കുക. അപ്പോൾ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷം നല്ല കാര്യങ്ങളും ഫലങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ. അപ്പോൾ ബാക്കി നിങ്ങളുടെ കർമ്മങ്ങളും പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ വരുന്നതിന് എല്ലാവർക്കും നമസ്കാരം.